ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അവിടെ എൻ കെ പ്രേമചന്ദ്രൻ സംസാരിക്കുകയാണ്. രണ്ട് ബില്ലുകളും അവതരിപ്പിച്ചു. Constitution amendment bill drastically changing the electoral process of our country, that is to be introduced separately. That is to be introduction has to be discussed, then take the other bill. Otherwise, it will be not fair as far as constitutional amendment is concerned. माननीय सदस्यगण, मैंने आपको कहा है कि दोनों के विषय पर एक साथ बोलेंगे, लेकिन इंट्रोड्यूस भी अलग अलग होगा और पासिंग भी अलग अलग होगी. मतलब चर्चा करते समय मैंने जॉइंट बोला है कि दोनों विषयों पर एक साथ चर्चा करें. बाकी मैंने पेश भी अलग अलग किया है, माननीय मंत्री जी ने पेश अलग किया, मैंने भी अलग अलग बोला, लेकिन चर्चा करते समय जॉइंट करने के लिए कहा है. श्री मनीष तिवारी जी. Thank you very much, Mr. Speaker, sir. I rise to oppose the introduction of the Constitution 129th Amendment Bill 2024 and the Union Territories Laws Amendment Bill 2024. Mr. Speaker, sir, beyond the 7th schedule of the Constitution is the basic structure doctrine. And that basic structure doctrine spells out that there are certain features of the Indian Constitution which are beyond the amending power of this House also. One of the essential features is federalism and the structure of our democracy. And therefore, the bills which have been moved by the Honorable Minister of Law and Justice absolutely assault the basic structure of the Constitution and are beyond the legislative competence of this House, and therefore they need to be opposed ab initio, and the introduction of those bills have to be stopped. Number two, Mr. Speaker, sir, how is it possible? എതിർപ്പുന്നയിച്ച് നേരത്തെ എൻ കെ പ്രേമചന്ദ്രൻ സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ച് വിശദീകരിച്ച ശേഷമേ അടുത്ത ബില്ല് അവതരിപ്പിക്കാവൂ എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ അവതരിപ്പിച്ച്. ഇപ്പോൾ മനീഷ് തിവാരി സംസാരിക്കുകയാണ്. ബൽറാം നെടുങ്കാട്. ബൽറാം, സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബില്ല്. ഇനി നടക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടെന്താണ് ബൽറാം? ഹഷ്മി, ഈ ബില്ലിനെ ശക്തമായി എതിർക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ബില്ല് അവതരണത്തെ എതിർക്കുക, ബില്ല് അവതരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഈ ബില്ല് അവതരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. അത് അംഗീകരിക്കാതെയാണ് ബില്ല് അവതരണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മുതിർന്ന നേതാവ് മനീഷ് തിവാരി സംസാരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിച്ച വിഷയം എന്നുള്ളത് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പോലും ഒപ്പം തന്നെ ഫെഡറൽ സംവിധാനത്തെയും ബാധിക്കുന്ന ഒരു സുപ്രധാനമായ ബില്ലാണ്. ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു ബില്ല് ഇത്തരത്തിൽ കൊണ്ടുവരരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിന്റെ അവതരണം തടയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട് ബില്ലുകളും ഒരുമിച്ചാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ 129 ഭേദഗതി, അതായത് സംസ്ഥാന നിയമസഭകളുടെയും ലോക്സഭാ തിരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനുള്ള ഈ ഭേദഗതി ബില്ലും തൊട്ടു പിന്നാലെ തന്നെ നിയമസഭകൾ നിലവിലുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒരുമിച്ചാക്കാനുള്ള മറ്റൊരു ബില്ലും ഒരുമിച്ച് അവതരിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഇക്കാര്യത്തിൽ തടസ്സവാദം ഉന്നയിച്ചു. സുപ്രധാനമായ ഭേദഗതി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ബില്ല് ആമുഖം അവതരിപ്പിച്ച് ചർച്ച നടത്തിയ ശേഷം മാത്രമേ അടുത്ത ബില്ല് അവതരിപ്പിക്കാവൂ എന്നും അതാണ് പതിവ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ ഘട്ടത്തിൽ സ്പീക്കർ എന്നാൽ രണ്ട് ബില്ലിലും വെവ്വേറെ ചർച്ച ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. തുടർന്നാണ് ചർച്ചയിലേക്ക് കടന്നത്. ആദ്യം കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചത് മനീഷ് തിവാരിയാണ്. ബില്ല് അവതരണം തടയണമെന്നും ഈ ബില്ലിനെ ശക്തമായി എതിർക്കുന്നു എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ പ്രാഥമിക തത്വങ്ങൾ പോലും ലംഘിക്കുന്നതാണ് ഈ ബില്ല് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഹഷ്മി, അവിടെ പ്രതിപക്ഷം സംസാരിക്കുകയാണ്. ബൽറാം, ഈ എന്തായാലും ഇത് ഭരണഘടനാ ഭേദഗതിക്ക് 2/3 ഭൂരിപക്ഷം വേണം. നിലവിലെ ഭൂരിപക്ഷം വെച്ച് ലോക്സഭയിലോ രാജ്യസഭയിലോ NDAക്കോ BJPക്കോ അത് സാധ്യമല്ല. അപ്പോൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുക എന്നുള്ള തീരുമാനത്തിനപ്പുറം മറ്റെന്തെങ്കിലും നീക്കം, എന്തെങ്കിലും സർപ്രൈസിംഗ് നീക്കങ്ങൾ BJP ഉണ്ടോ നടത്തുന്നുണ്ടോ? ബൽറാം, അറിയാൻ കഴിയുമോ?
ഹാഷ്മി, നിലവിലിപ്പോൾ അത്തരത്തിലുള്ള ഒരു സർപ്രൈസ് നീക്കവും BJPക്ക് ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് JPCക്ക് വിടണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിൽ അതിന് ഉടൻ തയ്യാറായി തന്നെയാണ് സർക്കാർ സഭയിൽ എത്തിയിരിക്കുന്നത്. ഇതിന്റെ അവതരണവും അത് ഉറപ്പാക്കി തന്നെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ പിന്നീട് JPCക്ക് പോയ ശേഷം പാർലമെന്റിൽ മടങ്ങിയെത്തുമ്പോഴേക്കും പിന്തുണ ഉറപ്പാക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ സമവായം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പ്രതിപക്ഷ നിരയിലെ പ്രധാന പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള നീക്കമായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുക. ഈ ഘട്ടത്തിൽ മറ്റ് അപ്രതീക്ഷിത നീക്കങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രായോഗികമല്ല. കാരണം ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം ഈ ബില്ല് പാസാക്കാൻ ഇരു സഭകളിലും ആവശ്യമാണ്. സർക്കാരിന് നിലവിലുള്ള NDAക്ക് അപ്പുറത്തേക്ക് 13 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇത് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് YSR കോൺഗ്രസിന്റേതാണ്. YSR കോൺഗ്രസിന്റെ ലോക്സഭയിലാകട്ടെ 4 സീറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പാസ്സാക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് നിലവിലെ സാഹചര്യത്തിൽ. സുപ്രധാനമായ ഈ ഭരണഘടനാ ഭേദഗതി 129 ഭരണഘടനാ ഭേദഗതി ബില്ലിൽ 4 ഭേദഗതികൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 82 അനുച്ഛേദത്തിലെ 7 കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ അടുത്ത 2029 ലോക്സഭാ സമ്മേളിക്കുന്ന ആദ്യ ദിവസം തന്നെ രാഷ്ട്രപതി ഇതുമായി ബന്ധപ്പെട്ട് ഈ സഭയുടെ കാലാവധി പൂർത്തിയാകുന്നതോടെ സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി അവസാനിക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുക എന്നുള്ളതാണ്. ഇതടക്കമുള്ള 7 കൂട്ടിച്ചേർക്കലുകൾ ആണ് 82A അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ അനുച്ഛേദം 83-ൽ 6 ഭേദഗതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3, 4, 5, 6, 7 എന്നീ ക്ലോസുകളാണ് 83-ാം അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്താൻ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ 172-ാം അനുച്ഛേദത്തിലും ഭേദഗതി നിർദ്ദേശങ്ങളുണ്ട്. 5 ഭേദഗതികളാണ് 172-ാം അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്താനായി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അനുച്ഛേദം 327-ലും ഭേദഗതി നിർദ്ദേശം അത് ഉൾപ്പെടുത്തുക കൂട്ടിച്ചേർക്കലാണ് കൂടുതലായും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 4 ഇടങ്ങളിലും 4 ഘട്ടങ്ങളിലും കൂട്ടിച്ചേർക്കലുകളാണ് ഈ 129-ാം ഭേദഗതിയിലെ 4 ഇടങ്ങളിലും വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 327-ൽ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ എന്നതിന് ശേഷം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ചേർക്കണം എന്നാണ് ഈ 327-ാം അനുച്ഛേദത്തിലുള്ള കൂട്ടിച്ചേർക്കലായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം സംസ്ഥാന നിയമസഭകൾക്കൊപ്പം തന്നെ നിയമസഭകൾ നിലവിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചാക്കുന്നതിനുള്ള ബില്ലിൽ ഒറ്റ പേജ് മാത്രമാണ് ഉള്ളത്. ആ ബില്ലിലും കൂട്ടിച്ചേർക്കലിനൊപ്പം തന്നെ ഭേദഗതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആദ്യ ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസ് പറയുകയാണ്. സംസ്ഥാനങ്ങളിലെ ഫെഡറൽ തത്വങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്, അതിന് ഇല്ലാതാക്കലാണെന്ന് പറയുകയാണ്. അതേസമയം അർജുൻ റാം മേഘ്വാൾ നിയമമന്ത്രി അത് അവതരിക്കുമ്പോൾ സാങ്കേതിക അതിൻ്റെ ടെക്നിക്കാലിറ്റി കുറച്ച് കൂടുതൽ പറയുന്നു, രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ചർച്ച അവിടെ പുരോഗമിക്കുകയാണ്. ബില്ല് ഈ പറഞ്ഞ JPCക്ക് വിടാൻ തയ്യാറാണ് എന്ന് ഭരണപക്ഷം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ സമവായം പിന്നെ മാത്രമേ അത് പ്രാവർത്തികമാവൂ. മാത്രമല്ല സംസ്ഥാനങ്ങളുടെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ 50% സംസ്ഥാനങ്ങളുടെ അനുവാദമൊക്കെ അക്കാര്യത്തിൽ അല്ലെങ്കിൽ അനുമതി ഒരു കോൺസെൻസസ് അക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മാത്രമേ ഇതൊക്കെ നടപ്പാവുകയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നടപ്പാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്.